നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജൂൺ മാസം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നക്ഷത്രഫലം അനുസരിച്ച് ചില നക്ഷത്രക്കാർക്ക് രാജയോഗമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്നതിനെക്കുറിച്ച് പലർക്കും വലിയ ധാരണ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്നതാണ് നക്ഷത്ര മാറ്റങ്ങൾ. പലപ്പോഴും അത് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള നേട്ടങ്ങളായിരിക്കും നമുക്ക് നൽകാൻ പോകുന്നതും ജീവിതത്തിൽ കൊണ്ടുവരുന്നതും. അപ്പോൾ പൊതുവെയുള്ള രാശിമാറ്റവും നക്ഷത്രമാറ്റവും ഗ്രഹമാറ്റവും എല്ലാം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നതാണ്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും ദാരിദ്ര്യങ്ങളെയും എല്ലാം ഒരു ശമനം നൽകി നമ്മളെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാറ്റമായിരിക്കും. അതായത് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് വരുന്ന ഒരു മാറ്റമെന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലൊരു മാറ്റമായിരിക്കും. നമ്മൾക്ക് തന്നെ അത്ഭുതം നൽകുന്ന ഒരു മാറ്റമായിരിക്കും അത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളെല്ലാം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മാസം കൂടിയാണ് ഈ ജൂൺ മാസം. അപ്പോൾ 27 നക്ഷത്രക്കാരിൽ 7 നക്ഷത്രക്കാർക്കാണ് ഇങ്ങനെ മികച്ച നേട്ടങ്ങൾ, അതായത് തങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള മികച്ച നേട്ടങ്ങൾ 27 നക്ഷത്രക്കാരിൽ 7 നക്ഷത്രക്കാർക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പ്രായത്തെ പോലും പരിഗണിക്കുന്ന തരത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയം എന്നതാണ് സത്യം. അതായത് ഇന്ന പ്രായക്കാരെന്നില്ല, ഈ നക്ഷത്രക്കാർക്ക് അത് എത്ര പ്രായമുള്ളവരാണെങ്കിലും, ഇപ്പോൾ 60 വയസ്സുള്ളവരാണെങ്കിലും 55 വയസ്സുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ 10 വയസ്സുള്ളവരാണെങ്കിലും അങ്ങനെ പ്രായത്തെ പരിഗണിക്കാതെ ഏത് പ്രായക്കാർക്കും ഈ 7 നക്ഷത്രക്കാർക്ക് ഒരു മാറ്റം വരാൻ പോകുന്ന സമയം കൂടിയാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇങ്ങനെ രാജയോഗ തുല്യമായ ഫലങ്ങൾ ജൂൺ മാസത്തിൽ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ജൂൺ മാസമാകാൻ ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ രാജയോഗ തുല്യമായ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന 7 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. അതായത് 27 നക്ഷത്ര സമൂഹങ്ങളിൽ വരുന്ന ആദ്യത്തെ നക്ഷത്രമായ അശ്വതി തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും 2ാം ഭാവത്തിലെ സഞ്ചാരം അശ്വതി നക്ഷത്രക്കാർക്ക് ശുഭകരമായ പല മാറ്റങ്ങളും നൽകുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ സംസാരത്തിൽ തന്നെ ആളുകൾ വീഴുന്ന ഒരു സമയമാണ്. എന്ന് വെച്ചാൽ വാക്ചാതുര്യത്തോടു കൂടി സംസാരിക്കാനും ആ സംസാരത്തോടെ ശരിയും തെറ്റും മനസ്സിലാക്കി സംസാരിക്കുക, ചില പക്വതയോടുകൂടി സംസാരിക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ സംസാരിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. അത്രയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. അതായത് നമ്മളാൽ വാക്കുകൾ കൊണ്ട് മറ്റൊരാൾക്ക് ആശ്വാസമേകാനും സത്യത്തെയും മിഥ്യയുമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ സംസാരിച്ച് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാനും ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ജൂൺ മാസം തൊട്ടുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്ന സമയമാണ്. അതായത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് മുന്നോട്ടുള്ള ഒരു ഉന്നതിക്കും അതുപോലെ മറ്റുള്ളവർക്കിടയിൽ മതിപ്പിനും എല്ലാം കാരണമാകുന്നത്. അപ്പോൾ അതുപോലെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാധിക്കുകയും വ്യക്തതയോടെ ഏത് കാര്യത്തെ സമീപിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. അതായത് ഏത് കാര്യത്തെയും വ്യക്തതയോടെ നമ്മൾ ഒരു കാര്യം ഒന്നും അതിൻ്റെ മനസ്സിലാക്കാതെ സംസാരിക്കൊണ്ടിരുന്നതിൽ നിന്നുമായി ഏത് കാര്യത്തെയും വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ മാസാദ്യം തന്നെ ചൊവ്വ അശ്വതി നക്ഷത്രത്തിൽ വരുന്നതോടെ ശുഭകരമായ ഫലങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. ഈ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് ഒന്നുകൂടെ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പല കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കുന്നതാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ താല്പര്യമില്ലാതിരുന്ന് ചെയ്ത കാര്യങ്ങളിൽ പോലും ഈ ജൂൺ മാസം തൊട്ട് താല്പര്യത്തോടു കൂടി എൻ്റെ മനസ്സിന് ആഗ്രഹത്തോടു കൂടി അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് ശക്തമായ ഒരു അടിത്തറ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ ആരോഗ്യം മികച്ചതായി മാറുന്ന സമയമാണ്. ചെറിയ ചെറിയ പനിയും മറ്റും വരുമ്പോൾ പല പല അസുഖങ്ങളും പനിയും മറ്റും വന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്കെല്ലാം അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന സമയം കൂടിയാണ്. കരിയറിൽ ഉയർച്ചയും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ്. അതായത് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ കർമ്മ മേഖല ഏതാണോ അതിൽ ഉയർച്ചയും അതിൽ തന്നെ സ്ഥാനലബ്ധിയും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും ഉണ്ടാകും. ഈ കൂട്ടർ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ശുഭകരമായിട്ട് കാണുന്നുണ്ട്. അതായത് സമ്പത്തിൻ്റെ അധിപതിയായ ലക്ഷ്മി ദേവി ഒന്ന് ആരാധിക്കുന്നത് സാമ്പത്തികമായി ഒന്നുകൂടി ഒരു അടിത്തറയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും.
7 നക്ഷത്രങ്ങളിൽ അടുത്തതായി വരുന്ന നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്കും ഈ വരാൻ പോകുന്ന മാസം പൊതുവെ അനുകൂലമായ ധാരാളം ഫലങ്ങൾ നൽകുന്നുണ്ട്. ജോലി ലഭിക്കും. ജോലി ലഭിക്കാത്ത ആളുകൾക്ക് ജോലി ലഭിക്കുകയും അതുവഴി നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ജോലി അന്വേഷിച്ച് നടന്നവർക്കെല്ലാം വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണിത്. അതുപോലെ പഠന കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. പുതിയ അഡ്മിഷനൊക്കെ എടുത്ത് പുതിയ കോഴ്സുകളിലേക്ക് ചേരാൻ പോകുന്നവർക്കൊക്കെ പഠിത്തത്തിൽ ഭയങ്കര ഉന്നതമായ ഒരു മാറ്റത്തോടു കൂടി പഠനം നൈപുണ്യം കാണിക്കാൻ, മികവ് കാണിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് എന്നതിൽ സംശയം വേണ്ട. അപ്പോൾ അന്യദേശവാസത്തിനുള്ള സമയം കാണുന്നുണ്ട്. പുറത്തേക്കൊക്കെ പോകാനായി തയ്യാറായി നിൽക്കുന്ന, ഒരുപാട് കാലമായി പൈസയൊക്കെ മുടക്കി അല്ലെങ്കിൽ ഏജന്റുമാർക്കൊക്കെ പൈസ കൊടുത്ത് ജോലിയുടെ കാര്യത്തിനായി കാത്തു കെട്ടി കിടക്കുന്ന ആളുകളുണ്ട്. ഒരു 4-5 വർഷമായി, അതായത് എബ്രോഡൊക്കെ പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ 4-5 വർഷമായി ജോലിക്ക് അത് അപ്ലൈ ചെയ്തിട്ട് അത് സമയമായിട്ടില്ല, ഏജന്റ് മുഖേന നടന്നിട്ട് അത് നടക്കുന്നില്ല, ഡിലേ ആവുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ സങ്കടം പറയുന്നുണ്ട്. അവർക്കെല്ലാം അന്യദേശവാസത്തിന് പറ്റിയൊരു സമയം അനുകൂലമായി വരുന്ന ഒരു കാലമാണ്. കലാകാരന്മാർക്ക് അനുകൂലമായൊരു സമയമാണ്. കലയെ ദൈവമായി കണ്ട് കലയെ അത്രത്തോളം വണങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് നടത്താൻ സാധിക്കുന്നതാണ്. അതായത് മക്കളുടെ വിവാഹമാകട്ടെ, അങ്ങനെയുള്ള മംഗളകർമ്മങ്ങളിൽ സ്വന്തം താല്പര്യത്തോടും സ്വന്തം സമ്പാദ്യം മുടക്കി മുൻകൈ എടുത്ത് നിങ്ങൾക്ക് തന്നെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ദാമ്പത്യത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ധനപരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താൻ പോകുന്ന സമയമാണ്. അപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അതായത് ഇതുവരെ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് വന്നവർക്ക് അത് അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ബിസിനസ്സിലും നിങ്ങൾക്ക് വെച്ചടി ഉയർച്ച കൊണ്ടുവരാൻ നിങ്ങളാൽ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ചിലവർക്ക് ഡള്ളായിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നതാണ് ഈ സമയത്ത്. അപ്പോൾ അങ്ങനെ ബിസിനസ്സിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കെല്ലാം ഒരു ഉന്നതി, പെട്ടെന്നൊരു സഡനായിട്ടൊരു മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയമാണ്. മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ഒരു മൗഢ്യം ഉണ്ടായിരുന്നു. അതായത് ചില ഗ്രഹങ്ങൾ മൗഢ്യത്തിലാവുമ്പോൾ സാമ്പത്തികമായി വളരെ ശോകമായ ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങൾ നിന്നുകൊണ്ടിരുന്നത്. പുണർദം നക്ഷത്രക്കാർക്ക് ആ മൗഢ്യം അവസാനിക്കുന്നത് വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യാഴത്തിൻ്റെ ആ ഒരു മൗഢ്യകാലം മാറി, അതായത് മന്ദനായി നിന്നിരുന്ന വ്യാഴത്തിൻ്റെ ആ ഒരു മൗഢ്യകാലം മാറി ആ മാറ്റത്തിൻ്റെ ഒരു സാമ്പത്തിക ഉന്നതി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പല കോണിൽ നിന്നും അംഗീകാരങ്ങൾ തേടിയെത്തുക, അതായത് മൗഢ്യമായി നിൽക്കുന്ന വ്യാഴം നിൽക്കുമ്പോൾ കിട്ടേണ്ട അംഗീകാരങ്ങൾ പലയിടത്തും തടയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പുണർദം നക്ഷത്രക്കാർക്ക് ആ തടസ്സം മാറുന്ന ഒരു സമയമെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയോടെ ചെയ്ത് തീർക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക്, അത് പഠിത്തത്തിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്തെ നേട്ടങ്ങൾ നിങ്ങളെ തന്നെ സ്വയം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള അനുകൂല സമയമാണ്. വാഹനം വാങ്ങിക്കാൻ ഏറെ നാളെ ആഗ്രഹിച്ചിരുന്നവർക്ക് അവർ ആഗ്രഹിച്ച വാഹനം, ആഗ്രഹിച്ച വിലയ്ക്കുള്ള വാഹനം തന്നെ വാങ്ങാൻ സാധിക്കുന്നതാണ്. ധനയോഗം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും. അല്പം ശ്രദ്ധിച്ചാൽ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ചതായി മാറുന്നതാണ്. അതായത് സാമ്പത്തികമായി കുറച്ചുകൂടി അലേർട്ടായിട്ടിരിക്കണം. കാരണം സാമ്പത്തികം ഒരുപാട് ധാരാളം കയ്യിലേക്ക് വരുമ്പോൾ അത് ചിലവാക്കുന്ന രീതി വളരെ മിതത്വം പാലിച്ച് ചിലവാക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. വന്നു ചെയ്യുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും. അപ്പോൾ 55 വയസ്സ് വരെ നിങ്ങളിൽ രാജയോഗം നിലനിൽക്കുന്നു. ജീവിതത്തിൽ പിന്നീട് ഇവർക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും വരുന്നതായിരിക്കില്ല. അപ്പം മഹാലക്ഷ്മിയെ ആണ് നിങ്ങൾ ആരാധിക്കേണ്ടതും. ഇനി അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളെല്ലാം തന്നെ പരിഹാരം, സ്വന്തമായ തടസ്സങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജോലിയിൽ അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അനുകൂലമായ സമയമാണ് എന്നതിൽ സംശയം വേണ്ട. അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മുന്നും പിന്നും ചിന്തിക്കേണ്ട അനുകൂലമായുള്ള സമയമായതിനാൽ നിങ്ങൾ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ അനുയോജ്യവും ഉചിതവുമായ തീരുമാനങ്ങളായിരിക്കും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ലോൺ, ചില ആളുകൾക്ക് വീട് പണിയുന്നതിന് അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിനും ഭൂമി വാങ്ങുന്നതിനൊക്കെ ലോൺ ലഭിക്കുകയും ചിട്ടി സാധിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പം സാമ്പത്തികമായി ലോൺ മുഖേനയായാലും ചിട്ടിപ്പാട്ടം എന്നൊക്കെ പറയാറില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഖേനയായാലും നമ്മൾക്ക് സാമ്പത്തികമായി വളരെ ഒരു അഭിവൃദ്ധി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതിരുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നേടാൻ കഴിയുന്ന രാജയോഗം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, പുതിയ കോഴ്സുകൾ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമാണ്. എന്ത് ചെയ്താലും ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി മാറുന്ന ഒരു സമയം കൂടി ആണിത്. ലക്ഷ്മി ദേവിയെ ഒന്ന് ആരാധിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്.
അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും അനുകൂലമായ പല മാറ്റങ്ങളും വരുന്ന ഒരു സമയം കൂടിയാണ്. ജൂൺ മാസം മുതൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നുണ്ട്. അതായത് എന്ത് കിട്ടിയാലും സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ പിന്നെന്ത്, ജീവിതത്തിൽ തന്നെ ഒരു അർത്ഥമില്ലാതാവുന്നുണ്ട്. അപ്പോൾ അതല്ല, സന്തോഷവും സമാധാനവുമായി ഒരു നേരമെങ്കിലും ഉറങ്ങാൻ സാധിച്ചാൽ അത് വലിയ കാര്യമെന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാവും, അല്ലെങ്കിൽ ജോലിഭാരം, ടെൻഷൻ, കുട്ടികളുടെ കാര്യം, അങ്ങനെ 100,000 കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. അതായത് ഇന്ന കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കാതിരിക്കുക, ഏത് വഴിയിൽ നമ്മൾ എത്തേണ്ട ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അതെല്ലാം മാറി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആയില്യം നക്ഷത്രക്കാർക്ക് ജൂൺ മാസം വിജയത്തിലെത്തുന്ന ഒരു മാസമാണെന്ന് തന്നെ പറയാം. ഈ സമയം പല വിധത്തിലുള്ള പദവികൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ചില പദവികൾ കാണും, അല്ലെങ്കിൽ പ്രൊമോഷൻസ് കാണും. അതെല്ലാം നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനമാറ്റമാകട്ടെ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വിദേശ യാത്രയാകട്ടെ, എല്ലാം നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ്. തർക്കങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അതായത് ചില തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ആ തർക്കങ്ങളെല്ലാം മാറി നമ്മൾക്ക് അനുകൂലമായ ഒരു മറുപടി, അല്ലെങ്കിൽ അനുകൂലമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്ന സമയമാണ്. വിവാഹത്തിന് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ വിവാഹപ്രായമായവർക്ക് അനുകൂലമായ ഒരു സമയമാണ്. വിവാഹത്തിന് മുന്നോട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ്. ബിസിനസ്സുമായും തൊഴിൽപരമായും ധനപരമായും നേട്ടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. കടങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്ന സമയമാണ്. അതായത് ഒരുപാട് കടങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വരുമാനം വരികയും ആ വരുമാനം വഴി അത് പതുക്കെ ആ കടങ്ങളെ നിങ്ങൾക്ക് വീട്ടാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ മഹാവിഷ്ണുവിനെയും പരമശിവനെയും ആരാധിക്കുന്നതാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള പാത സുഗമമായി ലഭിക്കുന്നതിന് ഏറെ സഹായിക്കുന്നത്. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്കും ഈ മാസം അനുകൂലമായ, അതായത് ജൂൺ മാസം വരാൻ പോകുന്ന മാസം അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. 10, 11 ഭാവത്തിൽ ശുക്രനും ബുധനും സഞ്ചരിക്കുന്നതിനാൽ രാജയോഗം രൂപപ്പെടുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക്. അപ്പോൾ കർമ്മരംഗത്തെ നേട്ടങ്ങൾ നിങ്ങൾക്ക് വളരെ അത്ഭുതാവഹമായ ഒരു നേട്ടം നിങ്ങൾക്ക് നേടിയെടുക്കാൻ, മറ്റുള്ളവർക്ക് പോലും അതിശയം തോന്നുന്ന, സ്വയം അതിശയം തോന്നുന്നു. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ല. അങ്ങനെ ഒരു സമയമാണ് വരാൻ പോകുന്നത്. പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുന്ന സമയമാണ്. അപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, അവർക്ക് കൂടുതൽ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ശരിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കുന്നതിനും അതുവഴി മുന്നോട്ടുള്ള ജീവിതപാത കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നതുമായ ഒരു സമയമാണ്. തർക്കങ്ങളും, അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ തന്നെ തർക്കങ്ങളും ബുദ്ധിമുട്ടുകളുമായിരുന്നവർക്ക് ആ തർക്കങ്ങളെല്ലാം മാറ്റി സന്തോഷകരമായൊരു ജീവിതം, അതായത് പങ്കാളികൾക്കിടയിൽ സന്തോഷകരമായൊരു സുദിനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയമാണ്. നടക്കില്ല എന്ന് വിചാരിച്ച്, എന്നാൽ അത് കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ തന്നെ, ഞാൻ തന്നെയാണോ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്കാണോ ഈ മാറ്റങ്ങൾ വന്നേ എന്ന് തോന്നുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ മഹാവിഷ്ണുവിനെ ഒന്ന് ആരാധിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടേണ്ടത് വളരെ അത്യാവശ്യമായൊരു സമയം കൂടിയാണ്. 7 നക്ഷത്രങ്ങളിൽ ഏറ്റവും അവസാനത്തെ നക്ഷത്രം ഇനി തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പലപ്പോഴും അനുകൂലമായ ഫലങ്ങൾ മാത്രം സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത്. ഏത് കാര്യം എടുത്താലും അനുകൂലമായ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങളിൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വലഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് ശരിയായ ഒരു മാർഗനിർദ്ദേശം നിങ്ങളാൽ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് എന്ത് കഠിനമായി പരിശ്രമിച്ചിട്ടും ഫലം ലഭിക്കാതെ, അതായത് സാമ്പത്തികമായിട്ടായാലും എന്ത് പ്രവൃത്തിയിലായാലും, അതായത് മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടും സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചതിയിലും വഞ്ചനയിലും ഒക്കെ ചെന്ന് പെടുന്നു എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി മുന്നോട്ട് നല്ലൊരു ഭാവി, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം, അല്ലെങ്കിൽ നല്ലൊരു ദിനങ്ങൾ സന്തോഷത്തോടുകൂടി കെട്ടിപ്പടുക്കാൻ സാധിക്കുന്ന സമയമാണ്. അവിവാഹിതരായ ആളുകൾക്ക്, ഒരുപാട് നാളായി വിവാഹം പ്രായം കഴിഞ്ഞിട്ടും നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കെല്ലാം അനുകൂലമായ വിവാഹം തേടിയെത്തുന്ന സമയമാണ്. സഹോദരങ്ങളുമായി ചില തർക്കങ്ങളിലും, അത് വസ്തു സംബന്ധമായിട്ടാകട്ടെ, അല്ലെങ്കിൽ കുടുംബപരമായി മറ്റെന്താവട്ടെ, തർക്കങ്ങളിലൊക്കെ നിന്ന് മിണ്ടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും അത് പറ്റാത്തൊരവസ്ഥയിൽ വളരെ മനം മുട്ടി നിന്ന ആളുകളുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ വഴക്കാവും പ്രശ്നങ്ങളുമാകുമ്പോൾ വളരെ മാനസിക സമ്മർദ്ദങ്ങളായിരിക്കും അനുഭവിക്കുന്നത്. അപ്പോൾ ആ സമ്മർദ്ദങ്ങളൊക്കെ മാറി അവരുമായി വീണ്ടും ഒന്നിക്കാനുള്ള ഒരു സമയം കൂടി വരുന്നുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. വെള്ളിയാഴ്ച നെയ്വിളക്ക് തെളിയിക്കുക,
ആഗ്രഹിക്കാനും അതിലൂടെ തന്നെ എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് മാറുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ രാജീവ തുല്യമായ ജീവിതമാണ് വരാൻ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ ദേവീ ദേവതകളെ ഒന്ന് ആരാധിക്കുക, നെയ്വിളക്ക് കത്തിക്കാൻ പറഞ്ഞ നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ അതുകൂടി ഒന്ന് ചെയ്യുക. കാരണം നമ്മൾക്ക് അനുഗ്രഹമായ പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ദൈവത്തെ ഒന്നുകൂടി മുറുകെ പിടിക്കാൻ കൂടി ഒന്ന് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ സമ്പത്ത് നമ്മളിലേക്ക് എത്തുമ്പോൾ അത് വിനിയോഗിക്കുന്ന രീതി കൂടി നിങ്ങളൊന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരുപാട് സമ്പത്ത് വരുമ്പോൾ ഒരുപാട് ചിലവുകൾ വളരെ അധികരിക്കുന്ന ഒരു സമയമാണ്. ആ ചിലവുകളെ നിയന്ത്രിക്കാനും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാൻ അല്ലെങ്കിൽ അനാവത്ത് കാശ് കളയാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. നല്ല സമയമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും വീഡിയോ ഗുണപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രമിക്കണം. നന്ദി, നമസ്കാരം.